ഹലോ ഗൈസ്, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ട കണ്ടന്റ് എല്ലാം ഞാനിവിടെ തന്നിരിക്കുന്നു പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ വെക്കാൻ പോവാണ്. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാം. ഈ പറയുന്ന പോവർട്ടി എന്ന് പറയുന്ന ചാപ്റ്റർ എന്താ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത? വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് NCERT പ്രകാരം പഠിക്കാൻ ടെക്സ്റ്റ് ബുക്കിലില്ല, എന്നാൽ SCERT പ്രകാരം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചാപ്റ്റർ കൂടിയാണ് ഈ പറഞ്ഞ പോവർട്ടി. സംഗതി ഒന്നുകൂടി ക്ലിയർ ആക്കി ഞാൻ പറഞ്ഞുതരാം. ഇത്രയേ ഉള്ളൂ. അതായത് 2023 മുതൽ കണ്ടന്റിന്റെ കുറച്ച് ഡെപ്ത് കുറക്കുക എന്ന് പറഞ്ഞിട്ട് NCERT ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ചാപ്റ്ററാണ് പോവർട്ടി എന്ന് പറയുന്നത്. അതിന് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പക്ഷേ നമ്മുടെ കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, SCERT തയ്യാറാക്കുന്ന പുസ്തകങ്ങളിൽ ഈ ചാപ്റ്റർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ +1 പരീക്ഷയ്ക്ക്, അത് ക്രിസ്മസ് എക്സാം ആവട്ടെ നിങ്ങളുടെ ഫൈനൽ എക്സാം ആവട്ടെ, നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട essay ക്വസ്റ്റ്യൻ അഥവാ 8 മാർക്കിന്റെ ചോദ്യങ്ങൾ പോലും വരുന്ന ചാപ്റ്ററാണ് ഈ പറഞ്ഞിരിക്കുന്നത് ദാരിദ്ര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം നിങ്ങൾ പേടിക്കേണ്ട, ഇതൊരാ വ്യക്തിയുടെയും ചിത്രമല്ല, ഇത് വെറും AI ജനറേറ്റഡ് ഇമേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ദാരിദ്ര്യം എന്ന് പറയുന്നതിനെ കുറിച്ച്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കാം. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ചാപ്റ്ററിന്റെ സമ്മറിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം. ഞാനിപ്പോൾ പറയുന്ന ഈ കണ്ടന്റ് അടക്കമുള്ള എല്ലാ കണ്ടന്റുകളും, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്ന എല്ലാ കണ്ടന്റുകളും എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് 4ആയിട്ട് തിരിക്കാം. ഒന്ന്, ഈ പറഞ്ഞ ഈ 4 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ഏറ്റവും ആദ്യം വരുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ്. അഥവാ ഒരു ദിവസം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് ചില ദിവസങ്ങളിൽ പഠിക്കാൻ ഭയങ്കര മൂടായിരിക്കും അല്ലേ, നന്നായിട്ട് പഠിക്കാനൊക്കെ മൈൻഡാവും. എന്നാൽ എത്ര നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ചില ദിവസങ്ങൾ നമുക്ക് ഭയങ്കര ഏറ്റവും ഡെസ്പായിട്ടുള്ള ദിവസമായിരിക്കും. ആ ദിവസങ്ങളിൽ പോലും നമുക്ക് എന്ത് ചെയ്യാറില്ല, പഠിക്കാൻ തോന്നാറില്ല. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണ്ടേ? വേണം, തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. അതാണ് പറഞ്ഞത്, കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്റ്റഡി പ്ലാൻ വേണം. എന്തിന്? ഡെയിലി നമുക്ക് പഠിച്ചു പോകാൻ. രണ്ടാമതായിട്ട് ഈ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ പഠിക്കണം കൃത്യമായിട്ട് അറിയേണ്ടേ വേണം. അതിന് നമുക്ക് എന്ത് വേണം, നോട്ടുകൾ വേണം അല്ലേ. ഇനി അതേപോലെ മൈക്രോബിറ്റി. ഈ മൈക്രോബിറ്റി എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം പേരുടെ ഡൗട്ട് എന്തറിയോ, കോപ്പി അടിക്കാനുള്ള വക എജുപോർട്ടിൻ്റെ വക ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്, അത് പ്രിൻ്റ് എടുത്ത് പഠിച്ചാൽ മതി. ഒരിക്കലല്ല മക്കളെ, അങ്ങനെ ഒരു സംഭവം ഒരിക്കലും എജുപോർട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോഴും അത് തന്നെ പറയുന്നു. കോപ്പി അടിക്കാനുള്ളതല്ല, പഠിച്ചു കഴിഞ്ഞൊരു കുട്ടിക്ക് ജസ്റ്റ് ഒന്ന് എക്സാമിൻ്റെ അന്ന് റിവിഷൻ ചെയ്യാനുള്ള കണ്ടന്റ് മാത്രമാണത്, അല്ലാതെ കോപ്പി അടിക്കാനുള്ള ഒരു വകയും അതിലുണ്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, ലൈവിൻ്റെ ലിങ്കാണ് അല്ലേ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് ലൈവുകളും കാര്യങ്ങളും കിട്ടാറുണ്ട്. അങ്ങനെയുള്ള ലൈവുകളും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ട എല്ലാ ലിങ്കുകളും, ഈ പറഞ്ഞ 4 കാര്യങ്ങളും മക്കളെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, എജുപോർട്ടിൻ്റെ കൂടെ നിന്നാൽ മതി. അവിടെ എവിടെ നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടി ഞാൻ പറഞ്ഞുതരാം. എജുപോർട്ടിന് +1 ക്രിസ്മസിന് വേണ്ടി മാത്രമുള്ള ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് വേണ്ട എല്ലാ കണ്ടന്റും തരാൻ അതിന് വേണ്ടി മാത്രം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം എന്തിനാ ക്രിസ്മസ് എക്സാമിന് സെപ്പറേറ്റ് ഒരു ഈ പറഞ്ഞ സ്റ്റഡി ഗ്രൂപ്പ് വേറെ പോരെ നിൽക്കുമ്പം. അതല്ല മക്കളെ, ഇതിന് വേണ്ടി മാത്രം ഇത്രയും എഫേർട്ട് എടുത്ത് കൃത്യമായിട്ടുള്ള കണ്ടന്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ കാര്യം മറക്കാൻ നിൽക്കണ്ട. എന്താണ്, നമുക്ക് പ്രത്യേകിച്ച് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്. ഇതിൽ ജോയിൻ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന വീഡിയോയിൽ അടക്കമുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് ഈ പോവർട്ടി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആദ്യം പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പോവർട്ടി അഥവാ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ ഒരു നിർവചനം ഉണ്ട് അല്ലെ. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും ഒരു വ്യക്തിക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയല്ല, ഒരു വ്യക്തിക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുക്കളുണ്ട് അല്ലേ, നമ്മൾ അതിന് പറഞ്ഞ പേരാണ് അടിസ്ഥാന ആവശ്യങ്ങൾ അല്ലെങ്കിൽ ബേസിക് നെസസിറ്റീസ് പറയും. അപ്പോൾ ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും കിട്ടാത്ത അവസ്ഥ. എന്തൊക്കെ പെടാം? ഭക്ഷണം പെടാം, വസ്ത്രം പെടാം, വെള്ളം പെടാം, വിദ്യാഭ്യാസം പെടാം, ആരോഗ്യം, ഇതെങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടിസ്ഥാനപരമായിട്ട് ഒരു വ്യക്തിക്ക് കിട്ടേണ്ട ഇത്രയും കാര്യങ്ങൾ ഇല്ലാത്തൊരവസ്ഥയെ നമുക്ക് എന്ത് പറയാം, ദാരിദ്ര്യമാണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ദാരിദ്ര്യത്തിന് കൃത്യമായിട്ടുള്ള നിർവചനം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ദാരിദ്ര്യത്തിന്റെ നിർവചനം പഠിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ചോദ്യം വരുന്നത്, ദാരിദ്ര്യം നമ്മൾ 2ആയിട്ട് തിരിക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ ദാരിദ്ര്യത്തെ 2ആയി തിരിക്കാനുള്ള കാരണം പല കാരണങ്ങൾ കൊണ്ടാണ്. അതിലാദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒന്നിനെ നമ്മൾ പറയും റിലേറ്റീവ് പോവർട്ടി, മലയാളത്തിൽ നമ്മൾ പറയും ആപേക്ഷിക ദാരിദ്ര്യം എന്ന് പറയും. രണ്ടാമത് പറയും ആബ്സല്യൂട്ട് പോവർട്ടി അഥവാ പൂർണ്ണ ദാരിദ്ര്യം എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ആപേക്ഷിക ദാരിദ്ര്യം അതുപോലെ പൂർണ്ണ ദാരിദ്ര്യം എന്ന് പറഞ്ഞ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ സംഗതി ഇത്രയേ ഉള്ളൂ. അതായത് ഒരു വ്യക്തിയുടെ ദാരിദ്ര്യം മാത്രം നോക്കുകയാണെങ്കിൽ അത് ആബ്സല്യൂട്ട് പോവർട്ടി, അതായത് പൂർണ്ണ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മാത്രം ദാരിദ്ര്യമാണ് അല്ലേ. എന്നാൽ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരെ പരസ്പരം ഇങ്ങനെ താരതമ്യം ചെയ്യുക അല്ലേ. നമ്മുടെ പാരൻസ്, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം നമ്മളോട് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. നീ അവളെ നോക്ക്, നീ ഇവിടെ നോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കമ്പയർ ചെയ്തിട്ടുണ്ടാവും ആണല്ലോ. അപ്പോൾ ആ ഒരു കാര്യം തന്നെ നമ്മളിവിടെ പറയുന്നത്, ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്ന പോവർട്ടിയാണ് റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഹൂ ആർ ദ പൂർ എന്ന് പറഞ്ഞ കണ്ടന്റ് ആണ്. എന്താണ് ഹൂ ആർ ദ പൂർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ദരിദ്രൻ, നമ്മൾ ദാരിദ്ര്യത്തിലുള്ള ആൾക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് പ്രധാനമായിട്ടും 2 തരത്തിൽ തിരിക്കാം. ഒന്ന് ഗ്രാമത്തിലുള്ള ആളുകളും, 2 നഗരത്തിലുള്ള ആളുകളും. അപ്പോൾ റൂറൽ പൂറുണ്ട്, അർബൻ പൂറുണ്ട്. ഗ്രാമത്തിലെ ദരിദ്രരായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന ആൾക്കാരാണ് ഭൂമിയില്ലാത്ത കർഷകർ, ഭൂമിയില്ലാത്ത കൃഷിക്കാരുണ്ടാവും അല്ലേ.
അതാണ് ഭൂരഹിത തൊഴിലാളികൾ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ സ്മോൾ ഫാമേഴ്സ്, ചെറുകിട കർഷകരുണ്ട്. അതുപോലെ ടെനൻസ്. ടെനൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ് സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും, കുടിയായ്മ നിയമത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ പറയുന്നതാണ് ഈ കുടിയാന്മാർ എന്ന് പറയുന്നതാണ് ടെനൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അർബൻ ഏരിയ അഥവാ നഗരത്തിൽ വരുന്ന ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഷ്കാർട്ട് വെൻഡേഴ്സ് അല്ലെങ്കിൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് എന്ന് പറയാണ്ട് ഈ തെരുവിൽ കച്ചവടം നടത്തുന്ന ഉന്തുവണ്ടിക്കാരുണ്ടല്ലോ, അവരെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തെരുവോരത്തെ കച്ചവടക്കാർ വരുന്നുണ്ട്. അതുപോലെ സ്ട്രീറ്റ് കോബ്ലേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഈ തെരുവിലൊക്കെ ഉണ്ടാകും നമ്മുടെ ചെരുപ്പ് നന്നാക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അതുപോലെ വരുന്ന മറ്റൊരാളാണ് റാഗ് പിക്കേഴ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവില്ല, റാഗ് പിക്കേഴ്സ് എന്ന് പറയുന്നത് തുണി പെറുക്കുന്ന ആൾക്കാരൊക്കെ. ഓക്കെ, ഇതൊന്നും നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ അങ്ങനെ കാണാറില്ല, ബാക്കിയുള്ള പ്രദേശങ്ങൾ കാണാറുണ്ട്. അതുപോലെ ബഗേഴ്സ് അഥവാ യാചകർ, ഇവരൊക്കെ എന്താണ് നഗരമേഖലയിൽ കാണപ്പെടുന്ന ദരിദ്ര ആൾക്കാരാണ്. അപ്പോൾ ദരിദ്രർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്, ഗ്രാമത്തിലുണ്ട് നഗരത്തിലുമുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി അടുത്ത കാര്യം നിങ്ങൾ നോക്കണ്ടേ, ഇവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്തായിരിക്കും? സിമ്പിളായിട്ട് പറയാം, ദാരിദ്ര്യമുള്ള ഒരു വ്യക്തിക്ക് ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്തൊക്കെ ഉണ്ടാവില്ല? ഭക്ഷണം ഉണ്ടാവില്ല, വസ്ത്രം ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല അല്ലേ. അത് തന്നെ ഇവിടെ പറയുന്നത്. ഹങ്കർ, വിശപ്പ് ഇവർക്കുണ്ടാവും. സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ പട്ടിണി. പൂർ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരിക്കും. അതുപോലെ ഡെറ്റ് ബേർഡൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡെറ്റ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊക്കെ കടബാധ്യതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യാറുണ്ട്. ഇനി അതേപോലെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ് ക്ലീൻ വാട്ടർ അല്ലെങ്കിൽ സാനിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ടോയ്ലറ്റ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ കുടിക്കാനുള്ള കൃത്യമായ ശുദ്ധമായ ജലമോ ഒന്നും ഇവർക്ക് കിട്ടുന്നുണ്ടാവില്ല. ഇതൊക്കെ ഇവരുടെ പ്രശ്നമാണ്. ഇതുപോലെ ജെൻഡർ ഇനീക്വാളിറ്റിയും ഇവരുടെ പ്രശ്നമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിടാൻ പറ്റുന്ന ഒരു മനുഷ്യ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഈ പറഞ്ഞ ദാരിദ്ര്യത്തിൽ പെടുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ്, മെഷേഴ്സ് ഓഫ് പോവർട്ടി അല്ലെങ്കിൽ മെഷറിംഗ് ദ പോവർട്ടി. എന്തിനാണ് ഈ പോവർട്ടി അളക്കുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് അളക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ദാരിദ്ര്യരേഖ എന്ന് പറയും. നമ്മൾ അതിനെന്താ പറയാറുള്ളത്? ദാരിദ്ര്യരേഖ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. എന്താണ് ദാരിദ്ര്യരേഖ? സിമ്പിളായിട്ട് പറയാം, ഇതൊരു സാങ്കല്പിക രേഖയാണ്. ഈ രേഖയുടെ മുകളിലുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും? APL എന്ന് പറയും. നിങ്ങളിത് കേട്ടിട്ടുണ്ടല്ലേ? എബോവ് പോവർട്ടി ലൈൻ അഥവാ ദാരിദ്ര്യരേഖയുടെ മുകളിലുള്ള ആൾക്കാരാണ്. ഇനി നേരെ ഈ രേഖയുടെ തൊട്ട് താഴെ വരുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയാം? അവരെ നമ്മൾ പറയുന്ന പേര്. ഉദാഹരണത്തിന് APL എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ വരുന്ന ആൾക്കാർ, താഴെ വരുന്ന ആൾക്കാർ നമ്മൾ പറയാം BPL എന്നാണ് പറയാം. എന്ന് വെച്ചാൽ എന്താ? ദാരിദ്ര്യരേഖയുടെ താഴെ വരുന്ന ആൾക്കാർ. അപ്പൊ ദരിദ്രരായ ആൾക്കാർ താഴെയും ദരിദ്രരല്ലാത്ത ആൾക്കാർ മുകളിലും വരുന്ന ലൈനാണ് എന്ത് പറയുന്നത്? ദാരിദ്ര്യരേഖ. ഈ ദാരിദ്ര്യരേഖ നമ്മൾ രണ്ട് രീതി നോക്കാറുണ്ട്. ഒന്നാമത്തെ രീതിയാണ് കലോറിയുടെ അടിസ്ഥാനത്തിൽ. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഈ ഗ്രാമത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്? കൂടുതൽ കായികാധ്വാനം വേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവർ കൂടുതൽ കായികാധ്വാനം എന്ന് പറഞ്ഞാൽ കൂടുതൽ വിയർക്കുന്ന ഈ പറഞ്ഞ വെയിലെ കൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കലോറി വേണം. കലോറി എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഒരു വർക്ക് ചെയ്യാനുള്ള ഊർജ്ജമാണെന്ന് ഫിസിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടല്ലേ. അപ്പോൾ ഊർജ്ജത്തിന് വേണ്ടിയിട്ടുള്ള ഈ കലോറി എവിടെ കൂടുതൽ വേണം? ഗ്രാമത്തിൽ കൂടുതൽ വേണം. അപ്പോൾ ഗ്രാമത്തിലെ ഒരു വ്യക്തിക്ക് 2400 കലോറി ഒരു ദിവസം വേണം. നഗരത്തിലാണെങ്കിൽ അത്ര വേണ്ട, 2100 കലോറി മതി. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ പരിചയത്തിലുള്ള ഒരു വ്യക്തിക്ക് ഒരു ദിവസം 2000 കലോറിയെ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അയാൾ നഗരത്തിലാണ് ജീവിക്കുന്നത് വിചാരിക്കുക, അയാൾക്ക് ദാരിദ്ര്യമുണ്ട്. നേരെ മറിച്ച് അയാൾക്ക് 2100 കലോറി ഉണ്ടെങ്കിൽ ദാരിദ്ര്യമില്ല, 2300 കലോറി ആണെങ്കിൽ ദാരിദ്ര്യമില്ല. നേരെ മറിച്ച് ഈ പറഞ്ഞ ആളുകളെല്ലാം ഗ്രാമത്തിലാണെങ്കിൽ അവരെല്ലാം ദരിദ്രരാ. കാരണം എന്താണ്? അവിടെ 2400 കലോറി പെർ ഡേ കിട്ടിയിരിക്കണം. ഇനി അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടേ, മോണിറ്ററി വാല്യൂ അഥവാ മണി വാല്യൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു വ്യക്തിക്ക് ഒരു ദിവസം ചിലവാക്കേണ്ട എത്ര രൂപ ഉണ്ട് മിനിമം നമുക്കറിയാം അല്ലേ. സാധാരണ നമ്മൾ ഇതിന് പറയുന്നത്, പഴയ കാലത്ത് നമ്മൾ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഒരു 32 രൂപ ഗ്രാമത്തിലും 47 രൂപ നഗരത്തിലും ഒരു ദിവസം ചിലവുണ്ട് ഒരു വ്യക്തിക്ക്. അപ്പോൾ ഒരു മാസം നമ്മൾ കൂട്ടുകയാണെങ്കിൽ 947 രൂപ ഗ്രാമത്തിലും ഈ പറഞ്ഞ 1407 രൂപ നഗരത്തിലും ചിലവുണ്ടാവും. ഇത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഡാറ്റയാണോ? ഒരു പക്ഷേ നിങ്ങളുടെ പുസ്തകത്തിൽ 2011-12 ഡാറ്റ വെച്ചിട്ടുള്ളതായിരിക്കാം. ഒരു മാസം 816 രൂപ ഒരു വ്യക്തിക്ക് വേണം. അതുപോലെ 1000 രൂപ ഒരു മാസം ഒരു വ്യക്തിക്ക് വേണം. ഇത് യഥാക്രമം ഗ്രാമത്തിലും നഗരത്തിലും അഥവാ ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മാസം എത്ര വേണം? 816 രൂപ വേണം എന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ ഉണ്ടാവുക. അത് മേ ബി പഴയ ഡാറ്റ ആയിരിക്കും. ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം 947 രൂപ ഗ്രാമത്തിലും അതുപോലെ 1407 രൂപ നഗരത്തിലും ഇല്ലാത്ത ഓരോ വ്യക്തിയും എന്താണ്? ദാരിദ്ര്യത്തിൽ പെടുന്നു എന്നാണ് ഇതുവഴി കണക്കാക്കുന്നത്. ഇത്ര ഒരു സംഭവം സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ട് രീതികൾ, കലോറിയുടെ ബേസിലും അതുപോലെ അവരുടെ കൈവശമുള്ള പണത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് കണക്കാക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് വരുന്നത് ഈ പറയുന്ന കാറ്റഗറൈസിങ് പുവർ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ പെടുന്ന ആൾക്കാർ 5 ആയിട്ട് നമ്മൾ തിരിക്കാറുണ്ട്. ഈ 5 ആൾക്കാർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രാഫ് വരക്കാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഗ്രാഫ് വരക്കുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി വളരെ സിമ്പിളായിട്ടുള്ള സംഗതിയാണ്. നോക്കിക്കോളൂ, ഞാൻ കാണിച്ചു തരാം. ഒരു പക്ഷേ നിങ്ങൾ ഈ ഗ്രാഫ് വരച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വൃത്തിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അതായത് നമ്മളെപ്പോഴും ദാരിദ്ര്യത്തിൽ വരുന്ന ആൾക്കാരുണ്ട്, അവർ നമ്മളെപ്പോഴും ദാരിദ്ര്യരേഖയുടെ താഴെ വരക്കും അല്ലേ. അവർ നമ്മളെപ്പോഴും ദാരിദ്ര്യരേഖയുടെ താഴെയാണ് വരക്കുക. അവരെയാണ് നമ്മൾ എന്താ പറയുന്നത്? എപ്പോഴും ദരിദ്രം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഓൾവേസ് പൂർ എന്ന് പറഞ്ഞത്. ഇനി ഒരിക്കൽ പോലും ദാരിദ്ര്യത്തിൽ വരാത്ത ആൾക്കാർ എപ്പോഴും ഇതിൻ്റെ മുകളിലായിരിക്കും. അവരെ നമ്മൾ പറയുന്നവരാണ് ഒരിക്കലും ദരിദ്രരല്ലാത്ത വ്യക്തികൾ അഥവാ നോൺ പൂർ അല്ലെങ്കിൽ നെവർ പൂർ എന്ന് പറഞ്ഞത്. ഇനി ചില ആളുകളുണ്ട്, അവരിടയ്ക്ക് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരിക്കും അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പറയുന്നവരാണ് ഈ പറഞ്ഞ ആളുകൾ നമ്മൾ പറയുന്നതാണ് ചേണിങ് പൂർ അല്ലെങ്കിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്.
ഇനി അടുത്തൊരു കാര്യം, എപ്പോഴും ദാരിദ്ര്യരേഖയുടെ മുകളിലായിരിക്കും, പക്ഷേ എന്തെങ്കിലും കോവിഡൊക്കെ പോലുള്ള വല്ല സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇവർ വല്ലപ്പോഴും മാത്രം ദാരിദ്ര്യത്തിലേക്ക് വരും. ഈ ആളുകളെ നമ്മൾ പറഞ്ഞവരാണ് ചിലപ്പോൾ മാത്രം ദരിദ്രരാകുന്ന, അല്ലെങ്കിൽ ഒക്കേഷണലി പുവർ, സാഹചര്യം കൊണ്ട് ദാരിദ്ര്യത്തിൽപ്പെടുന്ന ആൾക്കാർ. ഇനി ലാസ്റ്റ് വൺ, എപ്പോഴും ദാരിദ്ര്യരേഖയുടെ താഴെക്കാരം, പക്ഷെ വല്ലതും എന്തെങ്കിലും കാര്യം സംഭവിച്ചാൽ വല്ലപ്പോഴും മാത്രം അവർ അതിൻ്റെ മുകളിലേക്ക് പോകും. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞവരാണ് സാധാരണയായി ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾ വരച്ച് പഠിക്കണം. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഞാൻ പോയിട്ടില്ല, വേറെ ഒന്നുമല്ല, ചാപ്റ്ററിൻ്റെ മുഴുവൻ കണ്ടന്റ് പറയാൻ തീരില്ല, കാരണം സമ്മറി മാത്രമല്ലേ പറയുന്നുള്ളൂ, ജസ്റ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ദാരിദ്ര്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. നിങ്ങൾക്കൊന്ന് മനസ്സിരുത്തി ആലോചിച്ചാൽ പരീക്ഷ ഹാളിൽ പോലും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, കുറഞ്ഞ വരുമാനം. രണ്ട്, അവരുടെ സാക്ഷരത വളരെ കുറവായിരിക്കും. അതുപോലെ അവർക്ക് സ്വത്തുക്കളൊന്നും ഉണ്ടാവില്ല. അതുപോലെ അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ, അവർക്ക് ജോലിയൊന്നും ഉണ്ടാവില്ല അല്ലേ. ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തവർക്ക് ജോലി കിട്ടും ഇല്ല. അതേപോലെ ഇനീക്വാളിറ്റി, അസമത്വം വളരെ കൂടുതലായിരിക്കും. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂഷണങ്ങളും ഇവർക്കിടയിൽ വളരെ കൂടുതലായിരിക്കും. വൃത്തിയായിട്ട് നിങ്ങൾ ഇതും പഠിച്ചു നോക്കണം. നെക്സ്റ്റ്, ഗവൺമെന്റിന്റെ 3 ഡയമെൻഷൻ അപ്രോച്ച്. പരീക്ഷയ്ക്ക് നിങ്ങളുടെ എസ്സേ ക്വസ്റ്റ്യൻ ആണ്, അഥവാ 8 മാർക്കിന് വരാവുന്ന ചോദ്യമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള ത്രിതല സമീപനം അല്ലെങ്കിൽ ത്രിമുഖ സമീപനം എന്താണെന്ന് ചോദിക്കും. 3 ഡയമെൻഷൻ അപ്രോച്ച് എന്താണെന്ന് ചോദിക്കും. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള, ഇന്ത്യയിൽ മൊത്തം സ്വീകരിച്ചിട്ടുള്ളത് 3 തലങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയും, അല്ലെങ്കിൽ വളർച്ചയെ അടിസ്ഥാനമാക്കിയുള്ള സമീപനം. രണ്ടാമത്തെ അപ്രോച്ചിന്റെ പേരാണ് പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ നമ്മൾ PAP എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. സംഗതി ഇത്രയുള്ളൂ, ദാരിദ്ര്യമില്ലായ്മ ചെയ്യാൻ വേണ്ടി കുറേ പരിപാടികളും പദ്ധതികളും ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കൊടക്കീഴിലാക്കിയിട്ട് പറയുന്നു. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊവൈഡിങ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചു പോകാനുള്ള വകുപ്പ് എല്ലാവർക്കും കൊടുക്കുന്ന പരിപാടി. ഇത്രയുള്ള സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങളിലൂടെയാണ് ഗവൺമെന്റ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. അതിൽ ഒന്നാമത്തെയാണ് ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്, അഥവാ വളർച്ച അടിസ്ഥാനമാക്കിയുള്ള സമീപനം എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേശീയ വരുമാനത്തിൽ ഉണ്ടാകുന്ന വർധനമാണ്. മലയാളം ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. GDPയും പ്രതിശീർഷ വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനാണ് ഇവിടെ ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോൾ എന്താ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രിക്കിൾ ഡൗണിസം എന്ന് പറയുന്ന തിയറിയാണ്. ട്രിക്കിൾ ഡൗണിസം എക്കണോമിക്സിന്റെ വലിയ ക്ലാസ് പോകുമ്പോൾ നിങ്ങൾ ഡീറ്റെയിലായിട്ട് പഠിക്കും. പക്ഷേ ഇപ്പം തന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് പറഞ്ഞുതരാം. ട്രിക്കിൾ ഡൗണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പരിപാടി നടപ്പിലാക്കിയാൽ അത് വെറും ഈ സമൂഹത്തിന് ഏറ്റവും ടോപ്പിലിരിക്കുന്ന സമ്പന്നർക്ക് മാത്രം കിട്ടിയാൽ പോരാ, സമൂഹത്തിന് ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് പോലും അതിൻ്റെ ഗുണങ്ങൾ കിട്ടണം. ഇങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തിയറിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രിക്കിൾ ഡൗണിസം എന്ന് പറയുന്നത്. ഡൗണിസം എന്ന് പറയുന്നത് താഴെയുള്ള ആൾക്കാർ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം നമ്മളൊരു പോളിസി കൊണ്ടുവന്നാൽ അതിൻ്റെ ഗുണം താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് കൂടി കിട്ടണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയെ എല്ലാവരെയും പോസിറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കണം ഈ പറഞ്ഞിരിക്കുന്ന വളർച്ച അടിസ്ഥാനമാക്കിയുള്ള, അല്ലെങ്കിൽ വളർച്ച കേന്ദ്രീകൃത സമീപനം എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ അല്ലെ. അത് ഒരുപാട് പദ്ധതികളുണ്ട്. നമുക്ക് പറയാം, ഒന്ന് സ്വയം തൊഴിൽ പദ്ധതികളുണ്ട്, അതുപോലെ തന്നെ കൂലിത്തൊഴിൽ പദ്ധതികളുണ്ട് അല്ലേ. ഒരാൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് ജീവിക്കാൻ കഴിയുമെങ്കിൽ അയാൾക്ക് അതിനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു. ഇനി അങ്ങനെ ബിസിനസ് ഒന്നും ചെയ്ത് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് മറ്റൊരാളുടെ കീഴിൽ ജോലി കൊടുക്കുന്നു. ഇത് രണ്ടുമാണ് ഈ പറഞ്ഞ 2 പ്രോഗ്രാമുകൾ. അതിൽ വരുന്ന പ്രോഗ്രാമുകളുടെ പേരാണ് REGP, PMRY, SGSY അഥവാ സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്ഗർ യോജന എന്ന് പറഞ്ഞ SGSY, അതുപോലെ PMRY എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി റോസ്ഗർ യോജന എന്ന് പറഞ്ഞ്, REGP എന്ന് പറഞ്ഞാൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ 3 പ്രോഗ്രാമുകൾ. ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കണ്ടേ MGNREGA. ഇതെന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന പരിപാടി അല്ലേ. 100 ദിവസം വർഷത്തിൽ ജോലി കൊടുക്കുന്ന പരിപാടിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അല്ലെങ്കിൽ നമ്മൾ MGNREGS എന്ന് പറയും അല്ലെ. അതുപോലെ മറ്റൊന്നാണ് SGRY എന്ന് പറഞ്ഞ സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്ഗർ യോജന എന്ന് പറഞ്ഞ പോലെ തന്നെ SGRY എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി ലാസ്റ്റ് വൺ, മിനിമം അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം, വസ്ത്രമൊക്കെ കിട്ടുന്ന രീതിയിൽ മിനിമം സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് ഇവിടെ കൊടുത്തിട്ട് നോക്കുള്ളൂ. ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണേ, ഗവൺമെന്റിന്റെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ട് എല്ലാവർക്കും എത്തിക്കാം. ഉദാഹരണം ഇവിടെ പറയണേ പൊതുവിതരണ സംവിധാനം അല്ലേ. ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും അറിയില്ല, പക്ഷേ റേഷൻ കട എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഈ റേഷൻ കടയുടെ സ്റ്റാൻഡേർഡ് അഥവാ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയിം, ചുരുക്കുള്ള പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിതരണ സംവിധാനം എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇതുകൂടി മനസ്സിലാക്കുക, പൊതുവിതരണ സംവിധാനത്തെ അല്ലെങ്കിൽ റേഷൻ കട സംവിധാനമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാംസ് കൂടി ഉണ്ട്, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. അതിൻ്റെ കൃത്യമായിട്ടുള്ള ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനൊന്ന് മാറിത്തരാം, നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് കൃത്യമായിട്ട് എടുക്കാം, എന്നിട്ട് നന്നായിട്ട് പഠിക്കാം. ഓക്കെ ആണല്ലോ? സ്ക്രീൻഷോട്ട് എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ പോസ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക, ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇത്രയും പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ കുറിച്ച് മാത്രമേ എന്ത് പറയുന്നുള്ളൂ, നമ്മുടെ പോവർട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു ചാപ്റ്റർ പറയുന്നുള്ളൂ. ഏകദേശം കുറഞ്ഞ സമയം കൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു. ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് സമ്മറി നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ 4 കാര്യങ്ങൾ കിട്ടണേ മക്കളെ. വേറെ എവിടെയും നിങ്ങൾ അന്വേഷിച്ച് പോകണ്ട, നിങ്ങൾ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ട് മക്കളെ എജുപോർഡിൻ്റെ ക്രിസ്മസ് കമ്മ്യൂണിറ്റിയിൽ അഥവാ ക്രിസ്മസ് എക്സാമിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഇത് അബ്സല്യൂട്ട്ലി 0 കോസ്റ്റ് ആണ്.
ഈ സീറോ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ കുട്ടിക്ക് സംശയം വേണ്ട, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കിട്ടുന്ന കണ്ടന്റാണ്. ഓക്കെ, വേറെ ഒന്നുമല്ല, പരീക്ഷയാണ്, പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അബ്സല്യൂട്ട്ലി ഇത് ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുകയാണ്. വേറെ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇത് അബ്സല്യൂട്ട്ലി എന്താ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ഒരു കാര്യം കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇതിൻ്റെ ലിങ്ക് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ തൊട്ട് താഴെ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു ചാപ്റ്ററിൻ്റെ സമ്മറി ആയിട്ട് ഞാൻ വീണ്ടും കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, നിങ്ങൾ റെഡി ആണെങ്കിൽ, നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാം, ഞാനത് വായിക്കാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എപ്പോഴും മാനിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എജുബോളിൻ്റെ കമ്മ്യൂണിറ്റി. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. വൺസ് അഗൈൻ ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോൾ. ഹാപ്പി ലേണിംഗ് ഓൾ, ബൈ.